ബലിപെരുന്നാളിന്റെ സന്ദേശം അല്ലെ? എന്താണ് ബലിപെരുന്നാളിന്റെ സന്ദേശം? എല്ലാവർക്കും ഒന്നിച്ച് പാടിയല്ലോ. ബലിപെരുന്നാളിന്റെ സന്ദേശവുമായി എല്ലാരും ഒളിയിട്ടൂർന്ന കാറ്റേ, പൊന്നും ചരിത്രം തിരിതൂകിയുറങ്ങുന്ന മക്ക മദീന നീ കണ്ടോ. മക്ക മദീനത്ത് ഉള്ള മാത്രമല്ല, ലോകം മുഴുവനും ബലിപെരുന്നാളിന്റെ മനോഹരമായ അല്ലെങ്കിൽ ഊതുമണക്കുന്ന ഈദ് അങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അതിമഹത്തരമായ ഒരു സുന്ദര സുദിനത്തിന്റെ ഒരു പ്രഭാതത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഒരുപാട് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ആ പാട്ട് MSKVക്കൊക്കെ അറിയാവുന്ന കുറെ പാട്ടുകളുണ്ട്. അഷ്റഫിനൊക്കെ അറിയുന്നത് അല്ലേ? അത് ഹജ്ജിന്റെ രാവിലെ അത് പഠിക്കുമല്ലോ. ഹജ്ജിന്റെ രാവിൽ ഞാൻ കണ്ട് മീൻമുട്ടയൊക്കെ പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ്. അങ്ങനെ ഹജ്ജിന്റെ കാലത്ത് അതുപോലെ തന്നെ പഴയ KG സർദാറിനെ അറിയാല്ലേ? മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ എന്ന് പറഞ്ഞിട്ട് KG സർദാറിന്റെ അതിമനോഹരമായ പാട്ട്. പിന്നെ നമ്മുടെ AV മുഹമ്മദിന്റെ പാട്ടില്ലേ, ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി കിട്ടി കിട്ടി അതിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയ പ്രതീകാത്മകമായി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ, ആ ഒരു പ്രതീകാത്മകമായി കൊണ്ടുപോയ മഹത്തായ ഒരു ചരിത്ര സംഭവത്തിന്റെ സ്മൃതികൾ, അതിന്റെ ഓർമ്മകൾ പുതുക്കുന്ന അതീവ സുന്ദരമായ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇടതടവില്ലാതിരുപകലൊരുപോൾ ഇരുകൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിന് പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം അലറയിൽ നൽകിയോമന കുഞ്ഞിന് നർമ്മണമുള്ളൊരു പൂവിന് തുല്യം നൽവർ നബി മുത്ത് മണത്തി വളർത്തി വരും നേരം. അന്നേരമാണ് ആ ഒരു പെരുന്നാൾ സ്വപ്നം കണ്ട് ഞെട്ടിയെന്നല്ല പാട്ടിൽ വരുന്നത്. AV മുഹമ്മദിന്റെ അതിമനോഹരമായ ബലിപെരുന്നാളുടെ ഈ പാട്ടൊന്നും ഇല്ലാതെ ഒരു ബലിപെരുന്നാൾ കടന്നു പോകുക അസാധ്യമാണ്. ഗതകാല സ്മരണകൾ അല്ലെങ്കിൽ പഴയകാലത്തിന്റെ ഓർമ്മകളെ ഉറക്കുന്ന അതിമനോഹരമായ ഒട്ടനവധി പാട്ടുകൾ ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട്. നേരത്തെ ഇവിടെ സ്ക്രീനിലെ പാട്ടുണ്ടായിരുന്നു, ആ ഒരു കുട്ടി പാടുന്ന അവിടെ നമ്മുടെ ഇതിന്റെ കാണുന്നുണ്ട്. താളവും പാട്ടും ഇശലും ഗസലും ഒക്കെ ലയിച്ചു ചേരുന്ന അതിമനോഹരമായ ഊത് മണക്കുന്ന, അത്തർ മണക്കുന്ന, പനിനീർ മണക്കുന്ന, ജന്നത്ത് ഫിർദൗസ് മണക്കുന്ന ഒരു ഈദ്. ആ ഈദിൽ ഇശലുണ്ട്, പാട്ടുണ്ട്. ഇതൊക്കെ ചേരുമ്പോഴാണ് ഈ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു സുന്ദരമായ ഒരു സുദിനമായി ഇത് പരിവർത്തിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ഗായകരുണ്ട്, പാടാനുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.